ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഏത് ക്വസ്റ്റ്യൻ മുതലാണ് അല്ലെ? 266 മുതലാണ് ഇനി ചെയ്യാനുള്ളത്. ഓക്കെ, 266 നോക്കാം. നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? ഇനി നമുക്ക് ചെയ്യാനുള്ളത് 266 മുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ ആവറേജ് കോസ്റ്റ് പെർ ഒക്യുപ്പൈഡ് ബെഡ് പെർ ഡേ ഫോർ ദ പീരീഡ്? ഓക്കെ, സർവീസ് കോസ്റ്റിംഗ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എ ഹോട്ടൽ കാൽക്കുലേറ്റ് എ നമ്പർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻക്ലൂഡിംഗ് ആവറേജ് കോസ്റ്റ് പെർ ഒക്യുപ്പൈഡ് ബെഡ് പെർ ഡേ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഫോളോയിങ് 30 ദിവസത്തെ പീരീഡിലത്തതാണ് നമുക്ക് തന്നത്. അവിടെ മക്കളെ രണ്ട് തരത്തിലുള്ള റൂംസ് ഉണ്ട്. റൂം വിത്ത് ട്വിൻ ബെഡ്സ് ഉള്ളത് കൊണ്ട് സിംഗിൾ റൂംസും ഉണ്ട്. നമ്പർ ഓഫ് റൂംസ് തന്നിട്ടുണ്ട് ഹോട്ടലിലത്. നമ്പർ ഓഫ് റൂംസ് അവൈലബിൾ ടു ലെറ്റ് ചെയ്യാനായിട്ട് എത്ര അവൈലബിൾ ഉണ്ട്? 240. ആവറേജ് എത്രയാണ് ഡെയിലി ഒക്യുപ്പൈ ചെയ്യുന്നത്? 200 ട്വിൻ ബെഡ്സും അതേപോലെ തന്നെ 13 സിംഗിൾ ബെഡ്സും ആണ്. നമ്പർ ഓഫ് ഗസ്റ്റ് ഒരു പീരീഡിൽ എത്രയാണ് മക്കളെ? 6450 ആണ്. ആവറേജ് ലെങ്ത് ഓഫ് സ്റ്റേ, അതിൽ വരുന്ന മിക്ക ആൾക്കാരും എത്ര ദിവസം സ്റ്റേ ചെയ്യും? 2 ഡേയ്സ് സ്റ്റേ ചെയ്യും. അതിനായി നമുക്ക് വരുന്ന 3 കോസ്റ്റുകളാണ്. പേറോൾ കോസ്റ്റ് ഉണ്ട്, ക്ലീനിങ് കോസ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ ലോണ്ടറിങ് കോസ്റ്റ് ഉണ്ട്. ഇങ്ങനെ 3 കോസ്റ്റുകളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? മെയിൻലി വരുന്നത്. അപ്പൊ നമുക്ക് എന്താണ് കാണേണ്ടത്? ആവറേജ് കോസ്റ്റ് പെർ ഒക്യുപ്പൈഡ് ബെഡ് പെർ ഡേ വെച്ച് നമുക്ക് കാണാം. അതെങ്ങനെയാ മക്കളെ കാണുക? ആവറേജ് എങ്ങനെയാ കാണുക? ടോട്ടൽ കോസ്റ്റ് എടുക്കുക, ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യാം? നമ്പർ ഓഫ് ബെഡ്സ് ഒക്യുപ്പൈഡ് ചെയ്താൽ പോരെ? അതല്ലേ പെർ ഒക്യുപ്പൈഡ് ബെഡ് പെർ ഡേ. നമ്പർ ഓഫ് ഡേയ്സ് ഒക്യുപ്പൈഡ്, അത് ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട്, ഡേയ്സ് ഒക്യുപ്പൈഡ്. അപ്പൊ മക്കളെ ടോട്ടൽ കോസ്റ്റ് പറഞ്ഞാൽ എത്രയ്ക്കാ വരുന്നത്? 100,000 ഉണ്ട് പേറോളിന് വരുന്നത്. പിന്നെ ക്ലീനിങ്ങിന് 5,000 വരും. പ്ലസ് ലോണ്ടറിങ്ങിന് എത്രയും 22,500 ഹോൾ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് റൂംസ് ഒക്യുപ്പൈഡ് എത്രയാ മക്കളെ? പെർ ഡേ ആയിട്ട് ഒക്യുപ്പൈ ചെയ്യുന്നത് എത്രയാണ്? ഒരു പീരീഡിലെ ഗസ്റ്റ് മക്കളെ 6450 ആണ്. അതിൽ എത്ര ഗസ്റ്റ് ഉണ്ട്? 6450. അതിൽ എല്ലാവരും ആവറേജ് തന്നെ എത്ര ദിവസം നിൽക്കുന്നുണ്ട്? 2 ഡേയ്സ് നിൽക്കുന്നുണ്ട്. അപ്പൊ അത്രയും ബെഡ്സ് ഉണ്ടാവൂലേ നമ്മുടെ കയ്യിൽ? നമ്പർ ഓഫ് ഡേയ്സ് ഒക്യുപ്പൈ ചെയ്യാൻ എത്ര ഡേയ്സ് ഒക്യുപ്പൈ ചെയ്യുന്നുണ്ടാവും? ടോട്ടൽ മക്കളെ നോക്കിക്കുക, ഒരു പീരീഡിൽ എത്ര കൺസ്യൂമേഴ്സ് ഉണ്ട്? 6450. അപ്പൊ എത്ര ഡേയ്സ് ആണ് ഒക്യുപ്പൈ ചെയ്യുന്നതാണ് ചോദ്യം. എത്ര ഡേയ്സ് ഇവർ ആവറേജ് നിൽക്കുന്നുണ്ട്? 2 ഡേയ്സ് ഒക്യുപ്പൈ ചെയ്യുന്നില്ലേ? അപ്പൊ എത്ര ബെഡ് ടോട്ടലി നമുക്ക് വേണ്ടി വരും? 6450 കസ്റ്റമേഴ്സ് ഇൻറ്റു എത്രയാണ് ഓവർ ഒക്യുപ്പൈ ചെയ്യുന്നത്? 2 ഡേയ്സ് ആണ്. അങ്ങനെയെങ്കിൽ മക്കളെ ഇത് എത്രയാണ് നിങ്ങൾക്ക് ചെയ്താൽ കിട്ടുക? നിങ്ങൾക്ക് ചെയ്താൽ ഇത് സോൾവ് ചെയ്താൽ എത്ര കിട്ടും എന്നറിയോ? $9.88 കിട്ടും. ഓക്കെ ആണോ? ഓക്കെ അല്ലേ എല്ലാവർക്കും? ഇനി നമുക്ക് 267 നോക്കിയാലോ. ഇവിടെ മക്കളെ ഒരു 2 ഇലക്ട്രിസിറ്റി സപ്ലൈ കമ്പനീസിനെ കുറിച്ചാണ് തന്നത്. കമ്പനി എ ഉണ്ട്, കമ്പനി ബി ഉണ്ട്. ടോട്ടൽ കോസ്റ്റ് തന്നിട്ടുണ്ട്. എത്ര യൂണിറ്റ്സ് ആണ് ഇവർ സോൾവ് ചെയ്തത് ഇലക്ട്രിസിറ്റിയും തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് കൺസ്യൂമർ തന്നിട്ടുണ്ട്. ഇലക്ട്രിസിറ്റി സെയിൽ ചെയ്യുന്ന വാല്യൂ തന്നിട്ടുണ്ട്. ഓക്കെ, താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻഡിക്കേറ്റർ? കമ്പനി എ ആണ് എഫിഷ്യന്റ് കമ്പനി ബിനേക്കാളും, കമ്പനി എ ലെസ് എഫിഷ്യന്റ് ആണ് കമ്പനി ബിനെക്കാട്ടിലും. അപ്പൊ ഇതൊക്കെ നോക്കണമെങ്കിൽ നമുക്ക് ഇത് നോക്കണം ആദ്യം അല്ലെ. എങ്ങനെയാണ്, ആരാണ് എഫിഷ്യന്റ് എന്ന് നോക്കണം. അപ്പൊ ആരാണ് എഫിഷ്യന്റ് എന്ന് നോക്കാൻ നമ്മൾ എന്താ ചെയ്യാം മക്കളെ? ആരാണ് എഫിഷ്യന്റ് നോക്കാൻ എങ്ങനെയാന്ന് നോക്കുക. ടോട്ടൽ കോസ്റ്റ് എടുക്കും രണ്ട് കമ്പനീന്റെയും, എന്റെയും ബിന്റെയും ടോട്ടൽ കോസ്റ്റ് എത്രയാണ് മക്കളെ? എക്ക് എത്രയാ ടോട്ടൽ കോസ്റ്റ് വരുന്നത്? സോറി, മക്കളെ നമുക്ക് ആദ്യം ടോട്ടൽ കോസ്റ്റ് എടുക്കുക. എന്റെയും ബിന്റെയും ടോട്ടൽ കോസ്റ്റ് എത്രയൊക്കെ വരുന്നത്? 600,000 അല്ലെ. പിന്നെ ബിക്ക് എത്രയാ വരുന്നത്? 10 lakhs അല്ലെ. ഇനി മക്കളെ എത്ര കൺസ്യൂമേഴ്സ് ഉള്ളത്? എത്ര കൺസ്യൂമേഴ്സ് ഉള്ളത് ഇവർക്ക്? ഒരാൾക്ക് കൺസ്യൂമേഴ്സ് എത്രയാണ് നോക്കിക്കേ. കൺസ്യൂമേഴ്സ് 800,000 ആണ് ഒരാൾക്ക്. പിന്നെ വേറെ മറ്റേ ആക്കോ എത്രയാ വരുന്നത്? 1600, 16 ലാക്സ് കസ്റ്റമേഴ്സും അല്ലെ. അങ്ങനെയെങ്കിൽ നിങ്ങൾ മക്കളെ കോസ്റ്റ് പെർ കൺസ്യൂമർ കണ്ടേ. അത് കണ്ടാൽ നമുക്ക് എന്ത് മനസ്സിലാവും? എഫിഷ്യന്റ് ആണോ അല്ലേ എന്നുള്ളത് മനസ്സിലാവില്ലേ? ഒരു കൺസ്യൂമറിന് എത്ര കോസ്റ്റാ വരുന്നത്, അതിനനുസരിച്ച് കമ്പനി എ ആണോ ബി ആണോ എഫിഷ്യന്റ് എന്ന് മനസ്സിലാക്കാൻ പറ്റൂലേ ഇലക്ട്രിസിറ്റിന്റെ വെച്ചിട്ട്. അതായത് മക്കളെ ടോട്ടൽ കൺസ്യൂമേഴ്സിന് എത്രയാണ് കോസ്റ്റ് വന്നത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് കൺസ്യൂമേഴ്സ്. അതിൽ ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ് കൊടുക്കുന്ന കൺസ്യൂമറിന് ഏറ്റവും കോസ്റ്റ് കുറവ് വരുന്ന ആൾക്കാരായിരിക്കും എന്ത് മോർ എഫിഷ്യന്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ മക്കളെ ചെയ്തേ 600,000 ഡിവൈഡഡ് ബൈ 800,000. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര ആൻസർ കിട്ടുക? എത്ര ആൻസർ കിട്ടുക? ഒന്ന് ചെയ്ത് നോക്കിക്കേ.
600,000 ഡിവൈഡഡ് ബൈ 800,000 നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 0.75 ആണ്. അതായത് ഒരു കൺസ്യൂമറിന് ഇവർ സ്പെൻഡ് ചെയ്യുന്ന കമ്പനി എ സ്പെൻഡ് ചെയ്യുന്നത് എത്രയാ മക്കളെ? 0.75 ആണ്. അങ്ങനെയെങ്കിൽ കമ്പനി ബിന്റേത് കണ്ടാലോ? കോസ്റ്റ് പെർ കൺസ്യൂമർ എങ്ങനെയാ കാണുക? ടോട്ടലി 10 lakhs ഉണ്ട് കൺസ്യൂമർ കോസ്റ്റ്, ഡിവൈഡഡ് ബൈ നമുക്ക് എത്ര കൺസ്യൂമേഴ്സ് ഉണ്ട്? 16 lakhsന്റെ അടുത്ത് കൺസ്യൂമേഴ്സ് ഉണ്ട്. അങ്ങനെയെങ്കിൽ ബിക്ക് എത്രയാ മക്കളെ? എത്രയാ വരിക? 0.625 ആണ്. ഒരു കൺസ്യൂമറിന് വരുന്ന കോസ്റ്റ് എത്രയാണ്? 0.625 ആണ്. ഇതെങ്ങനെയാ കണ്ട്? 10 lakhs ഡിവൈഡഡ് ബൈ 16 lakhs കൺസ്യൂമേഴ്സ് ഉണ്ട്. അപ്പൊ മക്കളെ ഇതിൽ ഏത് കമ്പനി എഫിഷ്യന്റ്? എക്ക് മക്കളെ 0.75 ഒരു കസ്റ്റമർക്ക് കോസ്റ്റ് വരുന്നുണ്ട്, ബിക്കോ 0.625. അപ്പൊ ഏതാ മക്കളെ ആൻസർ? കമ്പനി എ ആണ് ലെസ് എഫിഷ്യന്റ് ദാൻ കമ്പനി ബിനെക്കാട്ടിലും ലെസ് എഫിഷ്യന്റ് കമ്പനി എ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ മക്കളെ? എ ഹോട്ടൽ കാൽക്കുലേറ്റ് നമ്പർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കലുണ്ട്, ഇൻക്ലൂഡിംഗ് ആവറേജ് റൂം ഒക്യുപ്പൻസി ഒക്കെ വെച്ചിട്ട്. ആവറേജ് റൂം ഒക്യുപ്പൻസി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടോട്ടൽ നമ്പർ ഓഫ് റൂംസ് ഒക്യുപ്പൈഡ് ആസ് എ പെർസെന്റേജ് ഓഫ് റൂംസ് അവൈലബിൾ ടു ലെറ്റ് ചെയ്യാൻ അവൈലബിൾ ഉള്ളത് വെച്ചാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കിക്കേ, ഇവിടെയും രണ്ട് തരത്തിലുള്ള റൂം വിത്ത് ടിൻ ബെഡ്സും ഉണ്ട്, സിംഗിൾ ബെഡ് ഉള്ളതുണ്ട്. നമ്മളോട് റൂം ഒക്യുപ്പൻസി ആണ് ചോദിച്ചത്. അപ്പൊ റൂം ഒക്യുപ്പൻസി കാണാൻ നമുക്ക് ഇക്വേഷൻ ഇവർ തന്നിട്ടുണ്ട്. എങ്ങനെയാണ്? ടോട്ടൽ നമ്പർ ഓഫ് റൂംസ് ഒക്യുപ്പൈഡ് ഡെയിലി ഡിവൈഡഡ് ബൈ എന്താണ് മക്കളെ? റൂംസ് അവൈലബിൾ ടു ലെറ്റ്. ഇതല്ലേ ഇവർ ഇക്വേഷൻ പറഞ്ഞത്? നമുക്ക് അതിലെ അവൈലബിൾ ടു ലെറ്റ് നമുക്ക് ഇത് കൊടുത്താലോ? ടോട്ടൽ നമ്പർ ഓഫ് റൂംസ് ഒക്യുപ്പൈഡ് ഡെയിലി എങ്ങനെയാ കാണുക മക്കളെ? എത്രയാണ് മക്കളെ ടോട്ടൽ നമ്പർ ഓഫ് റൂംസ് ഒക്യുപ്പൈഡ് ഡെയിലി ചെയ്യുന്നത്? സിംഗിൾ ടിൻ ബെഡ്സ് ഉള്ള റൂം 200 എണ്ണം, സിംഗിൾ റൂം 30 അപ്പൊ എത്ര വരും? 230 വരൂലേ? 200 + 30 ഡിവൈഡഡ് ബൈ എത്ര റൂംസ് അവൈലബിൾ ഉണ്ട് മക്കളെ? അവൈലബിൾ ലെറ്റ് ചെയ്യാൻ ടിൻ ബെഡ് ഉള്ള 240 എണ്ണം ഉണ്ട്, സിംഗിൾ ഉള്ള 40 എണ്ണം ഉണ്ട്. അപ്പൊ ടോട്ടൽ എത്ര വരും? 280 വരും. അപ്പൊ ഒക്യുപ്പൻസി റേറ്റ് പറഞ്ഞ എത്ര വരിക? ഇങ്ങനെ ചെയ്യുമ്പോൾ 230 ഡിവൈഡഡ് ബൈ 280 അല്ലെ? എത്ര വരിക? 0.821 വരും അല്ലെ? ഇതിന് നമ്മൾ ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പെർസെന്റേജിൽ കിട്ടും. എത്ര? 82.1% കിട്ടും. ഇതല്ലേ ആൻസർ? ഓക്കെ ആണോ? സെറ്റ് ആണോ? നമുക്ക് അടുത്തത് ലാസ്റ്റ് വൺ, ഈ പ്രോസസ് കോസ്റ്റിംഗിലെ സർവീസ് കോസ്റ്റിംഗിന്റെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഫീച്ചേഴ്സ് ഓഫ് സർവീസ് ഓർഗനൈസേഷൻ? സർവീസ് ഓർഗനൈസേഷന്റെ ഫീച്ചേഴ്സ് ഏതൊക്കെയാണ് മക്കളെ? സർവീസ് ഓർഗനൈസേഷന് ഹൈ ലെവൽ ഓഫ് ഇൻവെന്ററി ഉണ്ടാവുമോ? ഇൻവെന്ററി തന്നെ ഉണ്ടാവൂല അല്ലെ? ഇൻവെന്ററി ഉണ്ടാവുമോ? ഇല്ല. പിന്നെന്താ മക്കളെ? ഹൈ പ്രൊഡക്ഷൻ ഓഫ് ഫിക്സഡ് കോസ്റ്റ് ആയിരിക്കും. സർവീസ് ഇൻഡസ്ട്രിക്ക് ഫിക്സഡ് പ്രൊഡക്ഷൻ കോസ്റ്റ് ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് സർവീസ് ഇൻഡസ്ട്രിക്ക് ഇൻഡയറക്ട് കോസ്റ്റുകൾ എന്തായിരിക്കും? ഹൈ ആയിരിക്കും. ഡിഫിക്കൽട്ടി ഇൻ ഐഡന്റിഫൈങ് സ്യൂട്ടബിൾ കോസ്റ്റ് യൂണിറ്റ്. ശരിയാ, കോസ്റ്റ് യൂണിറ്റ് ഏത് വെക്കണം എന്ന് നമുക്ക് എന്ത് ചെയ്യല? ഐഡന്റിഫൈ ചെയ്യൽ എന്താണ്? ഡിഫിക്കൽട്ട് ആണ്. അപ്പൊ ഏതാ മക്കളെ ആൻസർ? സി ആണ് ആൻസർ. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ഈ ഒരു സെഷൻസ് മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.